താങ്കൾക്ക് ഈ KPCC അധ്യക്ഷൻ എന്ന ഏറ്റവും സുപ്രധാനമായ ഒരു പദവി താങ്കളിലേക്ക് വരുമ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് താങ്കൾ ഉൾക്കൊള്ളുന്നത്? അത് വളരെ സീരിയസ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് MLA ആയിരുന്ന നേതാവായിരുന്ന ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ഒരു വർഷം മുൻപ് വിളിച്ചിട്ട് വക്കീലെ നിങ്ങളാകണം KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. MP മാർ പലരും ആ സമരത്തിൻ്റെ ഭാഗത്ത് 15 ദിവസം സുധാകരൻ നിരാകരിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, സണ്ണി, ഞാൻ ഗാന്ധിയൻ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു. ഞാനൊരു കോൺട്രവേഴ്സൽ പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല. ആ ഒരു നിലയിൽ കോൺഗ്രസ്സിന് ഒരിക്കലും അങ്ങനെ ഒരു തലവേദന സൃഷ്ടിച്ചിട്ടില്ല. ഐ എം എ സിമ്പിൾ മാൻ. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. പുത്തൻ പ്രതീക്ഷയുമായി പുതിയൊരു കാൽവയ്പിലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു KPCCയുടെ പുതിയ അധ്യക്ഷനായി ചുമതലയേറ്റ ശ്രീ സണ്ണി ജോസഫ്. സ്വാഗതം. വലിയ പ്രതീക്ഷയിലും വലിയ ആത്മവിശ്വാസത്തിലുമൊക്കെയാണ് പുതിയ നേതൃത്വം ചുമതലയേറ്റപ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുമ്പോൾ പാർട്ടിയെ ചലനമുണ്ടാക്കാൻ കഴിയുന്നൊരു നേതൃത്വം വന്നു എന്നൊരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ് മുഴുവനും, താഴെത്തട്ടിൽ അണികൾ ഉൾപ്പെടെ. അപ്പോൾ ആ ഒരു നിർണായകമായ ഈ ഒരു സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു വലിയൊരു ഭാരിച്ചൊരു ഉത്തരവാദിത്വമാണോ KPCC അധ്യക്ഷന്? ചെറുതല്ലാത്ത ഒരു ഉത്തരവാദിത്വമാണ്. കാരണം കേരളത്തിൽ 2 തെരഞ്ഞെടുപ്പുകൾ, നിലമ്പൂർ ഇലക്ഷൻ നിശ്ചയിച്ചിട്ടില്ല, ഉണ്ടെങ്കിൽ 3. അതിൽ കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിക്കുക എന്ന വലിയ ദൗത്യം തന്നെയാണ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ തികഞ്ഞ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, കരുത്തുറ്റൊരു ടീമാണ് ഈ പുതിയ നേതൃത്വത്തിൻ്റെ കൂടെയുള്ളത്. ഷാഫിയും വിഷ്ണുവും അനിൽകുമാറും അടൂർ പ്രകാശും ഞങ്ങളെല്ലാവരും ചേരുമ്പോൾ കോൺഗ്രസ്സിന് ശക്തമായൊരു നേതൃത്വം കേരളത്തിൽ നൽകാൻ സാധിക്കും. ഞങ്ങൾക്ക് മുതിർന്ന നേതാക്കന്മാരുടെ കലവറയില്ലാത്ത പിന്തുണയുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ AK ആൻ്റണി അദ്ദേഹത്തെ കണ്ടിട്ടാണ് വരുന്നത്. VM സുധീരനെ ഞങ്ങൾ വീട്ടിൽ പോയി കണ്ടിരുന്നു. K സുധാകരനെ ഞങ്ങൾ മുറിയിൽ സന്ദർശിച്ചിരുന്നു. എല്ലാവരുടെയും അനുഗ്രഹ ആശംസകളുണ്ട്. പ്രവർത്തകരുടെയും എല്ലാ കമ്മിറ്റികളുടെയും ഘടകങ്ങളുടെയും വർദ്ധിച്ച പിന്തുണ ഞങ്ങളുടെ ഈ ടീമിന് ലഭിക്കുന്നുണ്ട്. വലിയ ഉത്തരവാദിത്വമാണ് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം ഞങ്ങളെ ഈ ചുമതലയേറ്റ പിറ്റേന്ന് തന്നെ ഡൽഹിയിലേക്ക് ഒളിപ്പിച്ചിരുന്നു. അവർക്കും കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും വളരെയേറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഞങ്ങൾക്ക് പാർട്ടി പ്രവർത്തകരും അണികളും അനുഭാവികളും ഘടകകക്ഷികളും പൊതുജനങ്ങളും മാധ്യമങ്ങളും എല്ലാം നല്ല പിന്തുണ നൽകുന്നു എന്നതിൽ അവരും സംതൃപ്തരാണ്. ഞങ്ങൾ പ്രതീക്ഷയോടെ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു. KPCC അധ്യക്ഷൻ എന്ന ഏറ്റവും സുപ്രധാനമായ ഒരു പദവി താങ്കളിലേക്ക് വരുമ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് താങ്കൾ ഉൾക്കൊള്ളുന്നത്? അത് വളരെ സീരിയസ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇതൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. ഞാനങ്ങനെ സംസ്ഥാന വ്യാപകമായി നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല. അങ്ങനെ എനിക്ക് ബന്ധങ്ങൾ കുറഞ്ഞ ജില്ലകളും കേരളത്തിലുണ്ട്. പക്ഷേ ഒരു MLA എന്ന നിലയിലും DCC പ്രസിഡന്റ് എന്ന നിലയിലും ഞാൻ കുറേ നാളായി പ്രവർത്തിക്കുന്നു. 2001 K സുധാകരൻ കേരളത്തിൽ ആന്റണി മന്ത്രിസഭയിൽ അംഗമായി മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ പകരക്കാരനായിട്ട് 2001 എന്നെയാണ് കണ്ണൂർ DCCയുടെ പ്രസിഡൻ്റായിട്ട്. അതൊരു നമ്മളുടെ കേരള സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ജില്ലയാണ്. ആ ജില്ലയുടെ DCC പ്രസിഡൻ്റായിട്ട് K സുധാകരൻ്റെ കൂടി പിന്തുണയിൽ വന്ന സംവട്ട് അൺഒപ്പോസ്ഡായിട്ട് വന്നൊരു പേരാണ് എൻ്റേത്. അത് ഞാൻ സാമാന്യേന എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് പ്രവർത്തിച്ച് വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് പോയി. 2011 ഞാൻ ആദ്യമായിട്ട് ഇലക്ഷൻ മത്സരിക്കുന്നു. നല്ല മത്സരമായിരുന്നു. ശൈലജ ടീച്ചർ സിറ്റിംഗ് MLA ആണ്. എനിക്ക് ജയിച്ചു വരാൻ സാധിച്ചു. ആ കോൺസ്റ്റിറ്റ്യുവൻസി 2016 21 LDF തരംഗം ഉണ്ടായപ്പോഴും സാമാന്യേന ജയിച്ചു വരാൻ വേണ്ടി സാധിച്ചു. അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുമായിട്ട് പിന്നെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഞാൻ അംഗമാണ്. നിയമസഭയുടെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. അതിൻ്റെ ചെയർമാനായിട്ട് നമ്മളുടെ പ്രതിപക്ഷ നേതാവാണ് പേര് നിർദ്ദേശിച്ചത്, എൻ്റെ പേരാണ് നിർദ്ദേശിച്ചത്, VD സതീശൻ. അപ്പോൾ ഞാൻ ചോദിച്ചു വെദർ ഐ എം ഫിറ്റ് ഫോർ ദാറ്റ് പോസ്റ്റ്. സതീശനോട് പറഞ്ഞു, വക്കീലെ നിങ്ങൾ നന്നായിട്ടത് കൈകാര്യം ചെയ്യുന്ന നമുക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് ആ പേര് പറയുന്നു. ഇപ്പോൾ ചോദിച്ച പോലെ എൻ്റെ പേരങ്ങനെ വ്യാപകമായി മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഒന്ന് സുധാകരനാണ് പ്രസിഡൻറ്റ്. അദ്ദേഹം മാറിയിട്ട് ഞാനാകണമെന്ന് എനിക്കൊരിക്കലും പറയാനോ ആഗ്രഹിക്കാനോ ആശിക്കാനോ കഴിയില്ല. അദ്ദേഹം ഞങ്ങളുടെ എല്ലാം നേതാവാണ്. അദ്ദേഹം എന്നെ എല്ലാ കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനതിനു വേണ്ടി എൻ്റെ പേര് സൈലൻ്റായിട്ടും സീരിയസ് ആയിട്ടും ഉണ്ടായിരുന്നു. ദാറ്റ് ഐ വാസ് വെൽ അവെയർ ഓഫ്. എങ്കിൽ പോലും ഞാനതൊരിക്കലും പരസ്യപ്പെടുത്താനോ അതിനുവേണ്ടി ക്യാൻവാസ് ചെയ്യാനോ ഞാൻ ഉണ്ടായിട്ടില്ല. എന്നെ അടുത്തറിയുന്ന ചില സഹപ്രവർത്തകർ തിരുവനന്തപുരത്ത് നിന്ന് MLA ആയിരുന്ന നേതാവായിരുന്ന ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ഒരു വർഷം മുൻപ് വിളിച്ചിട്ട് വക്കീലെ നിങ്ങളാകണം KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞവരുണ്ട്. MP മാർ പലരുണ്ട്.
ഒരു വർഷം മുമ്പ് നിങ്ങളാണ് KPC പ്രസിഡന്റ് എന്ന് പറഞ്ഞവരുണ്ട്. ആകുമെന്നോ ആകണം, ഞങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നു എന്ന് പറഞ്ഞവരുണ്ട്. ഒരു മാറ്റത്തിന് AICC ആലോചിച്ചപ്പോൾ എൻ്റെ പേര് AICCയോട് സജസ്റ്റ് ചെയ്തവരുണ്ട്. എന്നിട്ട് വക്കീൽ, എന്നെ പലരും വക്കീലെന്നാണ് വിളിക്കുന്നത്, ചിലർ ചേട്ടെന്ന് വിളിക്കുന്നു, ചിലർ സണ്ണി എന്ന് വിളിക്കുന്നു, ഓരോരുത്തരെ ഏജ് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വിളിക്കും. അപ്പോൾ എന്നോട് രണ്ടാൾ, ഒരാൾ സണ്ണി, ഒരു MP എന്നോട് പറഞ്ഞു, സണ്ണി തൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു MP എന്നോട് പറഞ്ഞു, വക്കീലെ നിങ്ങളെ പേര് പറഞ്ഞിട്ടുണ്ട്. MLA-മാരുടെ അടുത്ത് ഇത് ആരും ഡിസ്ക്ലോസ് ചെയ്തില്ല. പക്ഷേ അവസാനത്തെ റൗണ്ടിൽ എൻ്റെ പേരും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ MLA-മാരുടെ ഒരു ഏതാണ്ട് യുനാനിമസ് സപ്പോർട്ട് ഇങ്ങോട്ട് വന്ന്, കൂട്ടത്തിൽ പേരുണ്ടായിരുന്ന പല യുവാക്കൾ പോലും എന്നോട് വന്നിട്ട് നിങ്ങളാണ് വരേണ്ടത്. ഞാൻ പറഞ്ഞു താനല്ലേ വരേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ താനെന്ന് വിളിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുള്ള, എന്നേക്കാൾ പ്രായം കുറഞ്ഞ, എന്നാൽ സീരിയസ് ആയിട്ട് കേരള പൊളിറ്റിക്സിലുള്ള, ദേശീയ രാഷ്ട്രീയത്തിലുള്ള വ്യക്തികളോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു വക്കീലാകണം, ഞങ്ങൾക്ക് അതിനുള്ള സീനിയോറിറ്റി ഇല്ല എന്ന് പറഞ്ഞു. AK ആൻ്റണി പ്രായക്കുറവിൽ AK ആൻ്റണി ആയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ചെറുപ്പക്കാരൊക്കെ പറഞ്ഞു ഇപ്പോൾ ആ പ്രായക്കുറവിന് അതിനേക്കാളും നമുക്ക് അതിനൊരു സീരിയസ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഒരു ആൾ വേണം. ഞാനെന്താ വെച്ചാൽ ഇൻ ബിറ്റ്വീനാണ്, വളരെ ടോപ്പ് സീനിയേഴ്സിൻ്റെ കൂടെ ഞാനില്ല. സുധാകരൻ, സുധീരൻ, അങ്ങനെയുള്ള MM ഹസൻ, അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഞാനില്ല. അങ്ങനെ ഇപ്പോഴത്തെ യുവജന നിരയുണ്ടല്ലോ, ഷാഫി, വിഷ്ണു, അവരുടെ കൂടെ ഞാനില്ല. പക്ഷേ ഐ എം ഇൻ ബിറ്റ്വീൻ. അപ്പോൾ രണ്ട് ടീമിൻ്റെയും ശക്തമായിട്ടുള്ള സാമാന്യേന മെച്ചപ്പെട്ട പിന്തുണ എനിക്കുണ്ട്. അവർ എന്നെ സംബന്ധിച്ച് അവരെന്നെ കൂടുതൽ അറിയുന്നവർ, അടുത്തിരുന്ന് അറിയുന്നവരാണ്. അപ്പോൾ അവരെന്നോട് എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ല. ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഈ നമ്മളുടെ വർക്കിംഗ് പ്രസിഡന്റുമാരെ കുറിച്ച് ചോദിച്ചു എന്നോട്. ഒരു മാധ്യമ സുഹൃത്ത് ചോദിച്ചു, എങ്ങനെയാണ് കഴിഞ്ഞ വർക്കിംഗ് പ്രസിഡന്റുമാരൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്? ഞാൻ പറഞ്ഞു ദേ വിൽ ബി ഹാർഡ് വർക്കിംഗ് പ്രസിഡൻറ്റ്സ് എന്നാണ് ഞാൻ പറഞ്ഞത്. രാഹുൽജിയോട് ഞാൻ സംസാരിച്ചു, ഇതിന് നല്ല സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്, നോട്ട് ബിക്കോസ് ഓഫ് മീ അലോൺ ബട്ട് ബിക്കോസ് ഓഫ് ദ ടീം എന്നാണ് ഞാൻ രാഹുൽജിയോട് പറഞ്ഞത്. എന്നെക്കൊണ്ട് മാത്രമല്ല, ടീമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഈ പൊതു സ്വീകാര്യത ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ കൃത്യമായി ഒരു വർഷം മുമ്പ് തന്നെ ഒരു KPCCയിലെ അധ്യക്ഷനെ മാറ്റുക, അല്ലെങ്കിൽ ഒരു പുതിയൊരു നേതൃനിര വരിക എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. ചില വ്യക്തികൾ അത് ആഗ്രഹിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചില വ്യക്തികൾ അത് ആഗ്രഹിച്ചിട്ടുണ്ട്, എന്നോട് പറഞ്ഞ ഒരു വ്യക്തി, പിന്നെ അത് ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐ ഡിഡ് ഇൻ മൂവ് അറ്റ് ഓൾ. ഞാനൊരിക്കലും സുധാകരനായതുകൊണ്ട് ഞാനൊരു ആ ക്യാൻവാസിങ്ങോ അതിലേക്ക് നിന്നിട്ടില്ല. പിന്നെ അത് അത്രയും ഉയർന്ന ഒരു ചുമതലയായതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കാൻ വെദർ ഐ എം ഫിറ്റ് ഫോർ ഇറ്റ് എന്ന് ഞാൻ സതീശനോട് ചോദിച്ച പോലെ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ചോദിച്ചു. പക്ഷേ പലരും കേട്ടപ്പോൾ പ്രോത്സാഹിപ്പിച്ചു. എനിക്ക് കണ്ണൂർ ജില്ലയിൽ നിന്ന് എല്ലാ കോൺഗ്രസ്സുകാരും 99% അല്ല 100% കോൺഗ്രസ്സുകാരുടെ പിന്തുണ കണ്ണൂർ ജില്ലയിൽ നിന്ന് എനിക്ക് വന്നു. ഈ കണ്ണൂരിലായതുകൊണ്ട്, കണ്ണൂരിലെ CPM-ൻ്റെ ഈ ചെങ്കോട്ടകളിലൊക്കെ പയറ്റി തെളിഞ്ഞൊരു നേതാവായതുകൊണ്ടാകണം താങ്കൾക്ക് അതിനൊരു ആത്മവിശ്വാസം അങ്ങനെ ആ ഒരു രീതിയിൽ കൂടി കിട്ടിയിട്ടുണ്ടാകും. സുധാകരൻ്റെ നേതൃത്വമാണ് അതിൽ CPM-നെ നേരിടുന്നതിലെല്ലാം കൂടുതൽ ഞങ്ങൾക്ക് കരുത്ത് പകർന്നിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണ്. പക്ഷെ ഞാൻ പലതും അക്രമ രാഷ്ട്രീയത്തിൽ CPM-ൻ്റെ മുഖം ജനങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന്, നേരത്തെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു, കോൺഗ്രസും CPM-ഉം തുല്യരും. അതല്ല, ഞങ്ങൾ അങ്ങോട്ട് അക്രമത്തിന് പോകുന്നില്ല, ഞങ്ങളുടെ പ്രവർത്തകരെയാണ് പതിയിരുന്ന് കൊലപ്പെടുത്തിയത് എന്നുള്ള യാഥാർത്ഥ്യം മാധ്യമങ്ങളുടെയും പബ്ലിക്കിൻ്റെയും ഒഫീഷ്യൽസിൻ്റെയും ഈവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും മുൻപിലേക്ക് അത് ശക്തമായിട്ട് അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ വിജയിച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. പിന്നെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഒരിക്കലും അക്രമ അധിഷ്ഠിതമായിരുന്നില്ല. ഈവൻ സുധാകരൻ, നിങ്ങളൊന്നും ഓർമ്മിക്കുന്നുണ്ടാവില്ല, 90കളിൽ ഞങ്ങൾ നടത്തിയ പയ്യാവൂർ സമരമുണ്ട്. പയ്യാവൂർ പഞ്ചായത്തിൻ്റെ ഭരണസമിതി യോഗത്തിലേക്ക് കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പർമാരെ പ്രവേശിപ്പിക്കാതെ CPM പോലീസിൻ്റെ ബലത്തിൽ തടഞ്ഞതിനെതിരെ ഞങ്ങൾ 46 ദിവസം സുധാകരനും KC ജോസഫും മുല്ലപ്പള്ളിയും KC വേണുഗോപാലും KM മുരളീധരനും KP നൂർദിനും കണ്ണൂർ സ്റ്റേഡിയത്തിൽ നിരാഹാരം കടന്ന ഒരു സമരമായിരുന്നു പയ്യാവൂർ സമരം. സോണിയാഗാന്ധി കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷം കേരളത്തിൽ വന്ന് എറണാകുളത്ത് പ്രസംഗിച്ച ആദ്യത്തെ പൊതുയോഗത്തിൽ സോണിയാഗാന്ധി പേരെടുത്ത് പറഞ്ഞ് പ്രസംഗിച്ചതായിരുന്നു പയ്യാവൂർ സമരം. ആ സമരത്തിൻ്റെ പന്തലിൽ 46 ദിവസം ഞാൻ ഒന്നിച്ചുണ്ടായിരുന്നു. അന്ന് സുധാകരൻ എന്നോട് പറഞ്ഞത്, സുധാകരൻ ഗാന്ധിയൻ പോളിറ്റിക്സിൽ വിശ്വസിക്കുന്നു. ആ സമരത്തിൻ്റെ ഭാഗത്ത് 15 ദിവസം സുധാകരൻ നിരാകരിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, സണ്ണി, ഞാൻ ഗാന്ധിയൻ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു. സുധാകരനെ പലപ്പോഴും ആക്രമിച്ചിട്ടുണ്ട്, സുധാകരനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിനെയെല്ലാം അതിജീവിച്ച് ശക്തമായിട്ടുള്ള നേതൃത്വം കൊടുത്തു. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും നിന്നു. ഞാനും അതിൻ്റെ കൂടെ, ഞാനൊരു നിയമപരമായിട്ടുള്ള എനിക്കുള്ള ചെറിയ പരിചയം വെച്ച് ഞാൻ അതിനെ തരണം ചെയ്യാൻ പരിശ്രമിച്ചു. സംഘടനാപരമായിട്ടുള്ള പ്രചരണപരമായിട്ടുള്ള
എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തോടൊപ്പം നിന്നു. പിണറായി വിജയൻ എന്ന കരുത്തനായ ഒരു നേതാവിന് പറ്റിയ ഒരു എതിരാളി എന്ന രീതിയിലായിരുന്നു KPCC അധ്യക്ഷനായി കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ഒരു പടക്കുതിര എന്ന രീതിയിൽ കെ സുധാകരനെ ആ രീതിയിൽ അദ്ദേഹത്തെ അവരോധിക്കുന്നു. വീണ്ടും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി 3ാം തവണയും വരുമെന്ന പ്രചാരണം നടത്തുമ്പോൾ അവിടെയാണ് KPCC അധ്യക്ഷനായി പാർട്ടിയെ കോൺഗ്രസിനെ ചലിപ്പിക്കുക എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായൊരു ദൗത്യം കണ്ണൂരിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ അനുയായിയായ താങ്കളിലേക്ക് വരുന്നത്. ആ ഒരു വെല്ലുവിളി താങ്കൾ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്? അതിൽ ഞാൻ എല്ലാവരെയും സഹകരിപ്പിച്ച് ആ വെല്ലുവിളി നേരിടും. ഞാൻ ഒറ്റയ്ക്കല്ല, നേരത്തെ പറഞ്ഞു. കൂട്ടു നേതൃത്വത്തിലാണ് എൻ്റെ വിശ്വാസം. മുതിർന്ന നേതാക്കന്മാരുടെ എല്ലാവരുടെയും സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഞങ്ങൾക്കുണ്ട്, ഈ ടീമിനുണ്ട്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ നല്ല പിന്തുണയുണ്ട്. ചെറുപ്പക്കാരുടെ, യുവജനങ്ങളുടെ, വിദ്യാർത്ഥികളുടെ പിന്തുണ ഞങ്ങൾക്ക് ആർജിക്കാൻ വേണ്ടി സാധിക്കും. ആ നിലയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. ഘടകകക്ഷികളുടെ പിന്തുണയാണ് ഞങ്ങളുടെ മറ്റൊരു കരുത്ത്. അപ്പോൾ എല്ലാവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് എനിക്കും രാഷ്ട്രീയത്തിലെ ഒരു സാധാരണ പ്രവർത്തകരായി തുടങ്ങി എനിക്കും ചില അനുഭവ സമ്പത്തുകൾ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം കൂട്ടിച്ചേർത്ത് ഞങ്ങൾ സക്സസ്ഫുള്ളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. പിന്നെ 3ാം സർക്കാർ LDFൻ്റെ എന്ന് പറഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റുമോ ഞങ്ങളുടെ അടുത്ത് നിന്ന് തോക്കും? പറയാൻ പറ്റില്ലല്ലോ. MA ബേബി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അഖിലേന്ത്യാ സെക്രട്ടറി ആകുന്നതിന് മുമ്പ് പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്ന സമയത്ത് കൊല്ലം സമ്മേളനത്തിൻ്റെ സമയത്തും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 3ാം സർക്കാരൊന്നും പറയാറായിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും അത് അവകാശപ്പെടാനും കഴിയില്ല. ഏത് കാരണത്തിലാണ് അവർ ജയിക്കേണ്ടത്? പാർലമെൻറ്റ് ഇലക്ഷൻ അവർ പരാജയപ്പെട്ടില്ലേ? പാർലമെൻറ്റ് ഇലക്ഷൻ മാത്രമാണോ? പിണറായി മുഖ്യമന്ത്രി ആയതിനു ശേഷം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ, പാലക്കാട്, ഏറ്റവും ലേറ്റസ്റ്റ് പാലക്കാട് എന്തായിരുന്നു? അവർ പറഞ്ഞത് എന്താണ്? എന്തെല്ലാം കുതന്ത്രങ്ങളാണ് അവർ സ്വീകരിച്ചത്? പാലക്കാട് ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസിൽ നിന്ന് റിബലിനെ സ്ഥാനാർത്ഥിയാക്കിയില്ലേ? എന്തെല്ലാം ആക്ഷേപങ്ങളാണ്? പെട്ടി വിവാദം ഉൾപ്പെടെയുള്ള എന്തെല്ലാം ആക്ഷേപങ്ങളായിരുന്നു? അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച എത്ര വോട്ടിന്? 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനല്ലേ? തൃക്കാക്കര, പുതുപ്പള്ളി, ഈവൻ ചേലക്കര CPM സ്ഥാനാർത്ഥി ജയിച്ചെങ്കിൽ പോലും ഭൂരിപക്ഷം 1/3 ചുരുങ്ങി CPMൻ്റെത്. വയനാട് ബൈ ഇലക്ഷൻ, പ്രിയങ്ക ഗാന്ധി മത്സരിച്ച ഇലക്ഷൻ, വോട്ട് ശതമാനം കുറഞ്ഞു. പക്ഷേ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെയും കടന്ന് 4,10,000, 4,10,000 അപ്പോൾ എവിടെ നിൽക്കുന്നു കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ? ഇടയ്ക്ക് വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളുണ്ട്, ബൈ ഇലക്ഷൻസ്. അവിടെയും സ്റ്റേറ്റ് വൈഡായിട്ട് സത്യസന്ധമായി പരിശോധിച്ചാൽ UDFനാണ് മുൻതൂക്കം. LDFൻ്റെ പല സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടുക. അപ്പോൾ ഒരു ജനറൽ ട്രെൻഡ് കൃത്യമായും UDFന് അനുകൂലമാണ്. അതിനെ ഞങ്ങൾ കൂടുതലായിട്ട് വിജയത്തിലേക്ക് ഞങ്ങളതിനെ ചാനലൈസ് ചെയ്യും. അക്കാര്യത്തിൽ സംശയമില്ല. ഈ ജനറൽ ട്രെൻഡ് എന്ന് പറയുമ്പോൾ, ജനറൽ ട്രെൻഡ് UDFന് അനുകൂലം എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളാണല്ലോ പ്രധാനമായി, അതിനാണല്ലോ ബേസ് ചെയ്തിരിക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തൃക്കാക്കര ആയാലും പുതുപ്പള്ളി ആയാലും പ്രമുഖരായ സമുന്നതരായ 2 നേതാക്കന്മാരുടെ അകാല മരണത്തിൽ അവരുടെ തന്നെ കുടുംബാംഗങ്ങൾ മത്സരിച്ച് ജയിച്ചതാണ്. അത് 100% ഇപ്പോൾ കോൺഗ്രസ് എത്ര തന്നെ അവിടെ പ്രചാരണം നടത്തിയാലും നടത്തിയില്ലെങ്കിലും സ്വാഭാവികമായും എല്ലാവരും പ്രതീക്ഷിച്ചൊരു വിജയമാണ്. ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായിട്ടുള്ളൊരു വികാരമുണ്ട്. അത് ചാണ്ടി ഉമ്മനെ സഹായിച്ചിട്ടുണ്ട്. PT തോമസിന് തൃക്കാക്കരയിലുള്ളൊരു ജനപിന്തുണ തോമസിനെ സഹായിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം റെക്കോർഡ് ഭൂരിപക്ഷമാക്കി മാറ്റുന്നതിൽ ദാറ്റ് ഫാക്ടർ വാസ് ദെയർ. അങ്ങനെയൊക്കെ ഒരു ഭരണവിരുദ്ധ വികാരമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഉണ്ട്. പക്ഷേ പാലക്കാട് ചേലക്കര എന്താ? പാലക്കാട് സത്യത്തിൽ രാഹുൽ മാക്കൂട്ടത്തിൽ ഒരു ആ പ്രദേശത്തുകാരനല്ല. സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസിൽ നിറഞ്ഞു നിൽക്കുന്ന, മാധ്യമങ്ങളിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന, ഒരു വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ലീഡറാണെങ്കിൽ പോലും അവിടെ പിന്നെന്താ അവിടുത്തെ സിറ്റുവേഷൻ? ഒരു സിറ്റിംഗ് മണ്ഡലമാണ്. ആ മണ്ഡലം നിലനിർത്തി ഷാബി ജയിച്ചത് 4,000 താഴെ, രാഹുൽ ജയിക്കുന്ന 18,000-ന്. അവരുടെ LDFൻ്റെ സ്ഥാനാർത്ഥി ആരാ? കോൺഗ്രസിൽ നിന്ന് അവർ സ്വീകരിച്ച റിബല് ഡോക്ടർ സലീം. എന്നിട്ട് ഞങ്ങൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ചേലക്കരയിൽ അത് തന്നെ. അപ്പോൾ ജനങ്ങളുടെ ഒരു മനോഭാവം അതിൽ നിന്ന് നമുക്ക് പ്രകടമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഉമ്മൻചാണ്ടിയുടെ വിയോഗവും AK ആന്റണി സജീവ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി നിന്നപ്പോൾ ക്രൈസ്തവ വോട്ടുകൾ, പ്രത്യേകിച്ച് KM മാണി കോൺഗ്രസ് മുന്നണി മാറുകയൊക്കെ ചെയ്തപ്പോൾ ക്രൈസ്തവ വോട്ടുകളുടെ ഒരു ഒഴുക്ക് എവിടെയൊക്കെയോ തടസ്സപ്പെട്ടു. മാത്രവുമല്ല അത് നേരെ പോകുന്നത് BJPയിലേക്കാണ് എന്നൊരു ആശങ്ക CPMനെയും കോൺഗ്രസിനെയും ക്രൈസ്തവ വോട്ടുകളുടെ ഒരു ഒഴുക്ക് വല്ലാണ്ടങ്ങ് ആശങ്കപ്പെടുത്തുന്നുണ്ടോ? ഇല്ല, അത് ടോട്ടലി ശരിയല്ല. കാരണം എന്താണ്? ഡീൻ കുര്യാക്കോസിൻ്റെ ഭൂരിപക്ഷം എത്രയാണ് ഇടുക്കിയിൽ? 2.5 ലക്ഷമല്ലേ? ഐബീഡിൻ്റെ ഭൂരിപക്ഷം എത്രയാണ്? 2.5 ലക്ഷമല്ലേ?
അനിൽ ആൻ്റണി മത്സരിച്ചിട്ടും പത്തനംതിട്ടയിൽ ആൻ്റണി നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചില്ലേ? പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്രയാണ്? കെ സുധാകരനും ഉണ്ണിത്താനും ഷാഫിക്കും കിട്ടിയ ഭൂരിപക്ഷം എത്രയാണ്? തൃശ്ശൂർ ഈസ് ആൻ എക്സെപ്ഷൻ. തൃശ്ശൂർ മാത്രം ചെറിയ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി, ചെറിയ ഒരു ന്യൂനപക്ഷത്തിൻ്റെ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട്. ഫ്രാങ്ക്ലി സത്യസന്ധമായിട്ട് സംസാരിക്കും. അത് ഒരു പൊളിറ്റിക്സ് ഒന്നുമല്ല, കുറച്ചൊക്കെ ഇൻഡിവിജ്വലുമാണ്. അപ്പോൾ ഈ തൃശ്ശൂരിൽ സംഭവിച്ചത് അവിടെ ഒരു ക്രൈസ്തവ ഒരു ഒഴുക്ക് BJPക്ക് അനുകൂലമായി ഉണ്ടായിട്ടില്ല എന്നാണോ പറയുന്നത്? അല്ല, ചെറിയ മാറ്റം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ സംസാരിക്കുമ്പോൾ സത്യസന്ധമായിരിക്കണം. അത് ക്രൈസ്തവ വോട്ടുകളിൽ മാത്രമല്ല, തൃശ്ശൂർ പൂരത്തിൻ്റെ സംഭവവികാസങ്ങൾ ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ്. കുറച്ചൊരു അതുണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് അവിടെ കുറച്ചൊരു വോട്ട് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൽ വന്ന നഷ്ടങ്ങൾ LDFനും ഉണ്ട്, UDFനും ഉണ്ട്, ചെറുതായിട്ടുണ്ട്. അതല്ലാതെ ഒരു മേജർ ഷിഫ്റ്റ് ഒന്നും, അങ്ങനെ ഏതെങ്കിലും സമുദായത്തിൻ്റെ മേജർ ഷിഫ്റ്റ് ഒന്നും, ചെറിയ വോട്ടിനല്ലേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പാറ്റേൺ നമുക്കറിയാം. അതായിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺ മാത്രം, അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൽ നമുക്ക് 2026 ആ രീതിയിൽ നോക്കി കാണാൻ പറ്റുമോ? ഇല്ല, അതിൻ്റെ ഒരു തനി ആവർത്തനമായിരിക്കില്ല. ഒരു വേർബാറ്റം റീപ്രൊഡക്ഷനോ അല്ലെങ്കിൽ റെപ്പിറ്റേഷനോ അതായിരിക്കണമെന്ന് നമ്മൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലേക്കൊന്നും അമിതാത്മവിശ്വാസത്തിലേക്ക് ഞങ്ങൾ പോവില്ല. പക്ഷേ അതൊരു മേജർ ഫാക്ടറാണ്, ആത്മവിശ്വാസം പകരുന്ന ഫാക്ടർ തന്നെയാണ്. CPMനെതിരെ വോട്ട് ചെയ്യാൻ അവരുടെ അണികൾ തന്നെ തയ്യാറാകുന്ന ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അന്നുണ്ടായി. ആ സിറ്റുവേഷൻ ആവർത്തിക്കാൻ സാധിക്കും. ഞങ്ങൾക്കൊരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ജയിച്ചു വരാൻ വേണ്ടി സാധിക്കും. സണ്ണി ജോസഫ് എന്നൊരു രാഷ്ട്രീയ നേതാവ് മതി എന്ന് KPCC അധ്യക്ഷനായി മതി എന്നൊരു തീരുമാനത്തിൽ എവിടെയാണ് ഈ സാമുദായിക സമവാക്യം കൃത്യമായത്? അതിലിൻ്റെ നേതൃത്വം രാഹുൽജി ഉൾപ്പെടെ ഇവിടുത്തെ സീനിയർ ലീഡേഴ്സുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. AICCയിൽ ഇപ്പോൾ കാര്യങ്ങൾ സംഘടനാപരമായ ചുമതല ഏറ്റവും നന്നായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ നിന്ന് തന്നെയുള്ള KC വേണുഗോപാലാണ്. അദ്ദേഹം കണ്ണൂർ ജില്ലക്കാരനാണ്. എന്നെയും അദ്ദേഹത്തിന് ദീർഘനാൾ ഞാൻ DC പ്രസിഡൻ്റ് ആകുന്ന സന്ദർഭത്തിന് മുമ്പ് DC സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന, അതിനു മുമ്പ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുന്ന കാലം മുതൽ KC വേണുഗോപാലിനും എന്നെ അറിയാം. MP എല്ലാവർക്കും തന്നെ ഞാൻ സുപരിചിതനാണ്. അവരെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. പരിശോധിച്ചപ്പോഴുള്ള ഒരു പൊതു സ്വീകാര്യത ആയിരിക്കാം എന്ന് മനസ്സിലാക്കാം. ആന്റണി പിന്നീട് പോയി കണ്ടിരുന്നോ? ഞാൻ വിളിച്ചു സംസാരിച്ചു. അദ്ദേഹം ഏറെക്കുറെ ഏറ്റവും അവസാന നിമിഷം വരെ അദ്ദേഹത്തിന്റെ പേര് പ്രതീക്ഷിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം തിരിച്ച് ഡൽഹിയിൽ നിന്ന് പുതുപ്പള്ളിയിൽ വന്ന് ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കാൻ വരെ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു എന്ന രീതിയിലൊക്കെയാണ് വാർത്തകൾ. ഞാൻ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല. ആന്റണി അത്രയും പ്രതീക്ഷിച്ചിരുന്നു? ഇല്ലില്ല, അത് AICCയുടെ തീരുമാനം എന്താവുമോ നമുക്ക് അങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും അങ്ങ് മാനസികമായും ഒക്കെ തന്നെയും ഈ ഒരു നിർണായക സമയത്ത് സുപ്രധാന പദവി എല്ലാ അർത്ഥത്തിലും അങ്ങ് അത്രയും കരുത്തോടുകൂടി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പ്രവർത്തനത്തിൽ കുറച്ചും കൂടെ തിരക്ക് കൂടിയിട്ടുണ്ട്. എല്ലാ ഫോണുകളും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ സന്ദർശകരെയും വേണ്ടത്ര സമയമെടുത്ത് കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളൊരു ഫാക്ടർ നിൽക്കുകയാണ്. നിയോജകമണ്ഡലത്തിൽ കുറച്ച് സമയം കുറച്ചേ ചിലവഴിക്കാൻ പറ്റുന്നുള്ളൂ. 1-2 ആളിനോട് അവർക്കുള്ള പ്രയാസം പറഞ്ഞു. എന്നാൽ പോലും ഞാൻ എൻ്റെ ഈ ചുമതലയിൽ ഐ ആം ഫുള്ളി കോൺഫിഡൻറ്റ്. എന്നെ കൂടുതൽ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ മാധ്യമങ്ങളും എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഇൻ്റർവ്യൂ, ഡൽഹി പോയപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ, മറ്റുള്ള കാര്യങ്ങൾ ഞാൻ സത്യസന്ധമായിട്ട് എൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ജനങ്ങൾക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നെ കൂടുതലായിട്ട് ആളുകൾ പിന്തുണയ്ക്കാനും ഇഷ്ടപ്പെടാനും സഹായിക്കാനും പ്രതീക്ഷ വയ്ക്കാനും തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് അങ്ങ് ഈ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം മാധ്യമങ്ങളൊക്കെ ഇൻ്റർവ്യൂ എടുക്കുകയും ഈ വാർത്താ സമ്മേളനമൊക്കെ നടത്തുന്നതോടുകൂടി അങ്ങൊരു എല്ലാവർക്കും സുപരിചിതനായ നേതാവായി മാറിയത് അങ്ങ് തന്നെ സമ്മതിക്കുന്നു. അപ്പോൾ അത് തന്നെയല്ലേ കെ മുരളീധരൻ പറഞ്ഞത്, ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്ന നേതാവായിരിക്കണം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടതെന്ന്. ഒരുപക്ഷെ അത് മനസ്സിലാക്കി തന്നെയാണോ അദ്ദേഹം പറഞ്ഞത്? എൻ്റെ പേര് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, അദ്ദേഹത്തിൻ്റെ കീഴിൽ DCC പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ കീഴിൽ DCC പ്രസിഡന്റ്, അദ്ദേഹം എനിക്ക് നല്ല സർട്ടിഫിക്കറ്റാണ് നൽകിയത്. ഞാൻ മുരളീധരൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു, വളരെ നന്നായിട്ട് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ DCC പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഞാൻ കണ്ണൂരിൽ. ഞാനൊരു കോൺട്രവേഴ്സൽ പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല. ആ ഒരു നിലയിൽ കോൺഗ്രസ്സിന് ഒരിക്കലും അങ്ങനെ ഒരു തലവേദന സൃഷ്ടിച്ചിട്ടില്ല. ഐ എം എ സിമ്പിൾ മാൻ. സർക്കാരിനെതിരെ ഒരു പ്രതിപക്ഷ സ്വരത്തിൽ കരുത്തോടുകൂടി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനായി എങ്ങനെ താങ്കൾക്ക് ഈ ഒരു സൗമ്യനായ രീതിയിൽ ഇരുന്നുകൊണ്ട്, ഈ ഒരു സൗമ്യ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് എങ്ങനെ താങ്കൾക്ക് പറ്റും? സൗമ്യത നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രശ്നങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത്
അത് അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും പരിശ്രമിക്കും. നിയമസഭയ്ക്കകത്ത് നല്ല ഒരു ടീമാണ് അതിൻ്റെ വർക്ക് ചെയ്യുന്നത്. വിഷ്ണു, ഷാഫി, ഉൾനാടൻ, റോജിയം ജോൺ, എല്ലാവരും എവരി ബഡി എല്ലാവരും കോമ്പിറ്റൻ്റാണ്. ഞങ്ങളെല്ലാം നല്ലൊരു ടീം വർക്കാണ്. അപ്പോൾ അത് സൗമ്യതയുടെ ആ ഘടകം നഷ്ടപ്പെടുത്താതെ തന്നെ കാര്യഗൗരവത്തോടെ പ്രശ്നങ്ങളെ കാണാൻ, അവസരോചിതമായിട്ട് പ്രശ്നങ്ങളെ കാണാൻ വേണ്ടി ഞങ്ങൾക്കെല്ലാം ലഭിച്ചിട്ടുള്ള വലിയ ക്ലാസിൻ്റെ പരിശീലനമല്ല, അനുഭവത്തിൻ്റെ പരിശീലനം. കെ ആൻ്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും എല്ലാം വലിയ വയലാർജി ഞാൻ DCC പ്രസിഡൻ്റായപ്പോൾ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞത്, ആ സ്നേഹത്തിൻ്റെ പ്രോത്സാഹനത്തിൻ്റെ ഒരു ഘടകം പറയാൻ എന്നോട് പറഞ്ഞത്, ഞാൻ വയലാർജിയെ കാണാൻ പോയി ആ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഞാൻ DCC പ്രസിഡൻ്റായിട്ട് 2001 വയലാർജിയെ കാണാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ അദ്ദേഹനോട്, സണ്ണി നീ ഒരു 20 ഷർട്ടും മുണ്ടും എടുക്കണം. മനസ്സിലായോ? വേറൊന്നല്ല പറഞ്ഞു, സണ്ണി നീ ഒരു 20 ഷർട്ടും മുണ്ടും എടുക്കണമെന്നാണ് അന്ന് വയലാർജിനോട്. ദാറ്റ് മച്ച് ഹി ലവ്സ് മീ. അത്ര എന്നെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു, അത്ര കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. ആ ലീഡർഷിപ്പിൻ്റെ നല്ല പ്രോത്സാഹനം എനിക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ യങ്സ്റ്റേഴ്സ് ടീം വർക്ക് അവരെന്നെ വക്കീൽ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഷാഫിയും വിഷ്ണു എന്നെ വക്കീലെന്ന് അറിയാതെ വിളിച്ചാൽ അപ്പം തന്നെ പ്രസിഡൻ്റെന്നാക്കി മാറ്റുന്നുണ്ട്, അനിൽകുമാറും. അപ്പോൾ അത് ഞങ്ങളെ ഒരു യോജിപ്പാണ്, ടീമാണ്. കൃത്യമായി സർക്കാരിൻ്റെ വീഴ്ചകളും ഒക്കെ അപ് ടു ഡേറ്റ് ആയി പറയുക എന്നതിനപ്പുറത്തേക്ക് ഇനി ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ പ്രതിപക്ഷം മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായ ഒരു അജണ്ട തയ്യാറാക്കി അങ്ങനെ ഏതെങ്കിലും പ്ലാൻ അത് ഞങ്ങൾ ആലോചിക്കും. ചെയ്യുന്നു? തെരഞ്ഞെടുപ്പിൻ്റെ സ്ട്രാറ്റജി ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിക്കും. അതിന് കേന്ദ്ര നേതൃത്വത്തിൻ്റെയും സഹായം ഞങ്ങൾ തേടും, കൂട്ടായിട്ട് ആലോചിക്കും. കളക്റ്റീവ്ലി ഞങ്ങൾ അത് കാര്യത്തിൽ മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ BJP വലിയ രീതിയിൽ സംസ്ഥാന കോൺഗ്രസിൽ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലൊന്ന് ഉയർന്നു വരുന്ന അവരുടെ ഒരു പ്രോഗ്രസ് ആ രീതിയിലാണ് പോകുന്നത്. അവിടെയും സംസ്ഥാന നേതൃനിരയിലൊക്കെ മാറ്റമൊക്കെ വന്നു. സ്റ്റേറ്റ് രാഷ്ട്രീയത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ പ്രതീക്ഷയില്ല, അവരൊരു വലിയ ഘടകമാകില്ല. അത് UDF LDF മത്സരമായിട്ട് തന്നെ വരും. അതിലെ എല്ലാ സമുദായങ്ങളും കോൺഗ്രസിനെ പരമ്പരാഗതമായിട്ട് തന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. ഞാൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് എൻ്റെ താലൂക്കിൽ, ഇരിട്ടി താലൂക്കിൽ SNDPയുടെ താലൂക്ക് തല പരിപാടിയിലാണ് എൻ്റെ പേര് പ്രഖ്യാപിച്ചില്ല. മാധ്യമങ്ങളിൽ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പം തന്നെ എനിക്കവിടെ അവരുടെ വക ആശംസയും അഭിനന്ദനങ്ങളും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സെക്കുലർ ക്രെഡൻഷ്യൽ അതെല്ലാവർക്കും നന്നായിട്ടറിയാം. ഇതെല്ലാ ജനവിഭാഗങ്ങൾക്കും സ്വീകാര്യമായിട്ടുള്ളൊരു ടീം ഓഫ് ലീഡേഴ്സാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ സമുദായങ്ങളുടെയും പിന്തുണ കോൺഗ്രസിന് ലഭിക്കും, ആർജിക്കും, നിലനിർത്തും, വർദ്ധിപ്പിക്കും, മുന്നോട്ട് പോകും. എന്തായാലും എല്ലാ ആശംസയും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് താങ്ക് യു.